പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരാഴ്ചയല്ല അല്ലേ, 2-3 ആഴ്ചത്തെ ബ്രേക്കിന് ശേഷം നമ്മളെ ഡെയിലി വ്ളോഗ് ഞാനവിടെ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിത് അവിടെ തിരിച്ച് കശ്മീരിലെത്തി. അപ്പോൾ കശ്മീരിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പോയിട്ട് അവിടെ സാംസങ്ങിൻ്റെ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ അവിടെ വരെയാണ് നമ്മുടെ ലാസ്റ്റ് ഡെയിലി വ്ളോഗിൽ നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ വ്ളോഗ് നിർത്താൻ അറിഞ്ഞിരുന്നു, കുറച്ച് വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ നിർത്തിയ മുതൽ ഇതുവരെയുള്ള അപ്ഡേറ്റ് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. ഞാൻ ഡൽഹിയിലെ ഇവൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഹിമാചൽ പ്രദേശിലെ സ്പിത്തി വാലിയിലേക്ക് പോയി. നമ്മളൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ലൊക്കേഷനൊക്കെ കണ്ടുപിടിക്കൂലേ, അപ്പം അങ്ങനെ കാണാൻ പോകുന്നതിനെ റെക്ക എന്നാണ് പറയുക. അപ്പോൾ ഒരു റെക്ക ട്രിപ്പായിരുന്നു അത്. അങ്ങനെ ഹിമാചലിൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് ലൊക്കേഷൻസൊക്കെ കണ്ടുപിടിച്ച് തിരിച്ച് ഡൽഹിയിൽ എത്തിയപ്പോഴാണ് ഹിമാചലിൽ ക്ലൗഡ് ബേസ്റ്റിങ്ങും അതേപോലെ ഫ്ലഡ് ലാൻഡ് സ്ലൈഡൊക്കെ ആയിട്ട് ഞാൻ കണ്ടുപിടിച്ച ലൊക്കേഷനുകളിലേക്ക് പോകുന്ന ചില വഴികളൊക്കെ അതിൽ തകർന്നു പോയി. അപ്പോൾ തൽക്കാലം ആ ഷൂട്ട് ഇതുവരെ നടന്നിട്ടില്ല, നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെ തിരിച്ച് കശ്മീരിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഡെയിലി വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പം സമയം രാവിലെ 5:15 നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകുന്നത് ദാൽ ലേക്കിൻ്റെ പിന്നാമ്പുറം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുവരെ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡിൽ വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് കാണാനല്ല, പക്ഷെ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി ഭയങ്കര ഭംഗിയുള്ള ഒരു മരം കൊണ്ട് ഇങ്ങനെ പാകിയ ഒരു പാത്ത് വേ ഒക്കെയുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് രാവിലെ ഫോട്ടോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ നമ്മുടെ മറ്റ് ഗിയറുകളൊന്നും എടുക്കുന്നില്ല. നമ്മുടെ സോണി A7R4 എൻ്റെ പ്രൈമറി ഫോട്ടോ ക്യാമറ എടുത്തിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുക. പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ വ്ളോഗിങ് ക്യാമറ ഉണ്ട്. വ്ളോഗ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ DJI Pocket 3-ലാണ്. ഇങ്ങനെ പല വീഡിയോയിലും ആൾക്കാർ ചോദിക്കലുണ്ട് ഏത് ക്യാമറ നിങ്ങൾ വ്ളോഗിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയേണ്ടി വരുന്നത്. DJI Pocket 3 ആണ് ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓൺ ദ വേ ടു ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡാണ്. വെൽക്കം ടു എ ന്യൂ വീഡിയോ. കശ്മീർ ഡൗൺ ടൗൺ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ പോണത്, അതായത് കശ്മീരിൻ്റെ പഴയ സിറ്റി സൈഡ്. കശ്മീരിലെ ഫസ്റ്റ് തിയേറ്ററാണ് കേട്ടോ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ വർക്കിംഗ് അല്ല, പൂട്ടിപ്പോയി. ഇത് 90s ആ തീവ്രവാദി അക്രമങ്ങൾ രൂക്ഷമായ സമയത്ത് ഒരു അടച്ചുപൂട്ടിയതാണ്. അതിനുശേഷം ഇത്രയും കാലം ഇവിടെ തിയേറ്ററിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് എന്നിട്ട് പിന്നെ ആദ്യമായിട്ട് വീണ്ടും ഒരു തിയേറ്റർ തുറക്കുന്നത്. നമ്മുടെ ഐനോക്സ് തിയേറ്ററില്ലേ, അതിപ്പോൾ ഇവിടെ ശ്രീനഗറിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു തിയേറ്റർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പം അതിന് മുമ്പേ ഉണ്ടായിരുന്ന സജീവമായ തിയേറ്ററാണിത് 90s വരെ. അപ്പോൾ എവിടുന്നോ ആണ് ഒരു ടേൺ എടുക്കാനുള്ളത്. യെസ്, ഇത് തന്നെ. അതേപോലെ ഒന്ന് നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റൊരു സ്ഥലത്തു നിന്ന് പോകുന്നുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം കശ്മീർ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ പോവാത്ത ഒരു ഏരിയ ഉണ്ട്. ത്രാൽ എന്ന് പറഞ്ഞൊരു സൈഡുണ്ട്. നമ്മൾ ഇന്ന് ത്രാൽ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. ഇങ്ങനെ കുറച്ച് ഉൾ റോഡുകളിലൂടെ കയറിപ്പോയാലാണ് ഈ സ്ഥലത്തെത്തുക. യെസ്, നമ്മളെ സ്ഥലമെത്തി. വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് കാണുന്ന ഈ വഴിയില്ലേ, ഇതുവഴി നമുക്ക് പോകേണ്ടത്. നമുക്ക് ആദ്യം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. യെസ്, അവിടെ ഇവിടെ പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ലാത്തൊരു ഇടുക്കാണ് കേട്ടോ. കാണിച്ചുതരാം. യെസ്, തൽക്കാലം വണ്ടിക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. വീടിൻ്റെ മുമ്പിലാണ്, കുഴപ്പമില്ല. ഇതായിരുന്നു ഇവിടുത്തെ ശരിക്കത്തെ വഴി. പക്ഷെ തൽക്കാലം ഇത് തകർന്ന് കിടക്കുകയാണ്. നമുക്ക് ഇതിലൂടെ അങ്ങനെ ചുറ്റിപ്പോവാം.
മുമ്പ് ഞാൻ ഷവോമിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഫോട്ടോയിലൂടെ ആ പാലം നിങ്ങൾക്ക് കാണാം. ഇത് ഈ അടുത്ത് തകർന്നു പോയതാണ്. ഈ പാലം ചെന്നെത്തുന്ന സ്ഥലങ്ങളിലേക്ക് ഇപ്പം മറ്റൊരു റോഡ് അപ്പുറത്തുകൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതുവഴി പോകാനുള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു പാലത്തിന് ആൾക്കാർ അത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ പല സ്ഥലങ്ങളിലും തകർന്ന് കിടക്കുകയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഒമർ എന്നെ വാൺ ചെയ്തിരുന്നു. ഇതിൻ്റെ പലക പല സ്ഥലത്തും പൊട്ടിയിട്ട് ഇവർ മാറ്റിയിട്ടില്ല. അപ്പോൾ നടക്കുമ്പോൾ നോക്കി നടന്നു പറഞ്ഞിട്ട് നമുക്ക് അതിൽ സൂക്ഷിച്ച് നടക്കാം. ഇതേ ഒരു മിസ്സിങ് പലക. ഇതാണ് നമ്മുടെ ഏരിയ. ദാൽ ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അതിലെ ഷിക്കാരയിൽ പല പച്ചക്കറി അതേപോലെ താമരേൻ്റെ ഇലയൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരും. ഒരു അവിടെ നിന്നൊരു ഷിക്കാര വരുന്നുണ്ട്. നമുക്കൊരു ഷോട്ട് അടിക്കാം. പുല്ലും അതേപോലെ താമരയുടെ ഇലയൊക്കെയാണ് ഈ പറിച്ചു കൊണ്ടുപോകുന്നത്. ഇവിടെ താമരേൻ്റെ തണ്ട് നദ്രു എന്നാണ് ഇവിടുത്തെ ഭാഷയിൽ അതിനെ പറയുന്നത്. അപ്പോൾ അത് നദ്രു ഇവിടുത്തെ ഒരു ഫുഡാണ്. പക്ഷെ ഇപ്പോൾ പറിച്ചു കൊണ്ടുപോകണം, അത് ഫുഡല്ല. അത് ഇനി വല്ല പശുക്കൾക്ക് ഒറ്റ കൊണ്ടുപോകുകയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണോ എന്നറിയില്ല. ഏതായാലും ഇതിൻ്റെ ഏറ്റവും താഴ്വേര് വെള്ള നിറത്തിലാണ് ഉണ്ടാവുക. നമ്മുടെ മുമ്പുള്ളൊരു ഫുഡ് വ്ളോഗിൽ, കാശ്മീരിൽ നിന്നുള്ള ഫുഡ് വ്ളോഗിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ വഴി കാണാനായിട്ട്. അധികം ദൂരമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ തകർന്ന് കിടക്കുകയാണ്. ഒരു ഷിക്കാരയും കൂടി വരുന്നുണ്ട്. अस्सलाम वालेकुम जी। ठीक है, ठीक है। आप कैसे हो? ये क्या करते हैं? दवाई काऊ। अच्छा, काऊ के लिए। ഓക്കെ, അപ്പോൾ അത് പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺഫേം ചെയ്ത്. വാ, എന്ത് ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് നോക്കിയേ. ഇവിടെ ആകെ മൊത്തം പ്ലാസ്റ്റിക്കും ചണ്ടിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇതങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമല്ലോ കേട്ടോ. ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും ഒരു 99% കശ്മീരിൽ വരുന്ന ടൂറിസ്റ്റുകളും ഇവിടെ വരാറില്ല നമുക്ക് പറയാൻ പറ്റും. ശരിക്കും എന്നെ സംബന്ധിച്ച് കശ്മീരിൻ്റെ വൺ ഓഫ് ദി എസൻസ് എന്നൊക്കെ ഞാൻ പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി മെയിൻ്റെനൻസ് ഇതിനുണ്ടാവില്ല. കാരണം ഈ ആളുകൾക്ക് ഇനി ഇതങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു വഴി. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇത് ഒരു 1-2 വർഷം കൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ടും തകർന്നു പോവും. ഇപ്പോൾ കശ്മീർ വരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് വന്ന് കണ്ടിട്ട് പോവുക. ഇത് മാപ്പിലൊന്നും സെർച്ച് ചെയ്യാൻ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ലൊക്കേഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങനെ ആൾക്കാർ അങ്ങനെ വരുന്നൊരു സ്പോട്ടല്ല. അപ്പോൾ നിങ്ങൾ ദാൽ ലേക്കിൻ്റെ പച്ചക്കറി മാർക്കറ്റിൽ നിന്നൊക്കെ അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. തൽക്കാലം നമ്മുടെ ട്രാക്ക് ഇവിടെ എൻഡ് ചെയ്തു. പക്ഷെ കഴിഞ്ഞില്ല, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഞാനിവിടെ വരുന്നത് ആദ്യമായിട്ടല്ല. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ 4-ാമത്തെയോ 5-ാമത്തെയോ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. നമ്മളിവിടുന്ന് മുമ്പേ ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ വ്ളോഗിൽ ഞാൻ ഈ സ്ഥലം കാണിക്കുന്നത് കേട്ടോ. താമര ഇലകളാണ് കേട്ടോ കാണുന്നത്. അവിടെ ആയിട്ട് താമര പൂത്ത് നിൽക്കുന്നതും കാണാം. നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതായത് അവിടെ താമര ഉണ്ട്. ട്രസ്റ്റ് മീ, എന്നെ വിശ്വസിക്കൂ. ഞാൻ കശ്മീർ ഇപ്പോൾ എത്തിയിട്ട് ഇതിപ്പോൾ 2-ാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലെ പോയിട്ട് മുടി ഒന്ന് വെട്ടി. ചങ്ങായി ചെറുതായിട്ട് മുടി ഒന്ന് കുളമാക്കിയോ എന്നൊരു സംശയമുണ്ട്. ഇച്ചിരി ഓവർ ചെറുതായി കഴിഞ്ഞു ബോസ്. മുകളിൽ സൺറൈസ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കാലാവസ്ഥ ഒന്ന് നല്ല മൂടി ആയതുകൊണ്ട് നമുക്ക് സൂര്യപ്രകാശം ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. വീണ്ടും മറ്റൊരു താമരയില കൊണ്ടുപോകുന്ന ഒരു ആളുണ്ട്, ഒരു താത്ത. മരം വിരിച്ച പാത വീണ്ടും ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് വളരെ പോർ മെയിൻറ്റെയിൻഡ് ആണ്. ഇവിടെ ചില സ്ഥലത്തൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിയിട്ട് കാല് താഴ്ന്നു പോകാൻ പാകത്തിലുള്ള സ്ഥലങ്ങളുണ്ട്. എന്താ ഈ സാധനം കണ്ടോ? നമ്മൾ നടക്കുമ്പോൾ ഈ സാധനത്തിൽ
മാത്രം ചവിട്ടുകയാണെങ്കിൽ അത് ഉറപ്പായും പൊട്ടി കാലുള്ളിൽ പോവും. അതേപോലെ ഇതും നല്ലൊരു ഭംഗിയുള്ള ട്രാക്കായിരുന്നു, പക്ഷെ അതും തകർന്നു പോയി. ഇവിടെയും ഈ മരങ്ങൾക്ക് നടുവിൽ സപ്പോർട്ടില്ല. അപ്പോൾ ഇതൊക്കെ വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ്. ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് പൊട്ടിപ്പോവും. നമുക്ക് നമ്മുടെ ഈ ഒരു പാത്തിലേക്ക് കയറാം. നല്ല ഭംഗിയില്ലേ? ഇത് മുമ്പേ അങ്ങോട്ട് കണക്റ്റിംഗ് ആയിരുന്നു ഞാനിതിന് മുമ്പേ ഇവിടെ വന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ തൽക്കാലം അത് ഇവിടെ വെച്ചത് തകർന്നു. നമുക്ക് തൽക്കാലം ഈ ഒരു പാത്തിൻ്റെ ആ ഒരു തകർന്ന എൻഡ് വരെ പോയിട്ട് തിരിച്ചു പോവാം. എൻഡ് വരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നടക്കുമ്പോൾ ഈ സാധനത്തിന് നല്ല ആട്ടുണ്ട്. അപ്പോൾ തൽക്കാലം എൻഡെന്ന് വെച്ചതാ അവിടെയാണ്. അപ്പോൾ കഴിഞ്ഞ് ഈ വഴി ഇവിടെ അവസാനിച്ച് മാർക്കറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു പാത്തിലേക്ക് കയറേണ്ട നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതാണ് മാർക്കറ്റ്. നമുക്ക് തൽക്കാലം തിരിച്ചു നടക്കാം. ഓ, നല്ല ആട്ടുണ്ട് പാലത്തിന്. ബാലൻസ് തെറ്റിപ്പോകുന്നുണ്ട്. ഈ പാലത്തിന് നല്ല ആട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന വിൻ്ററും കൂടി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് തകരുന്ന എനിക്ക് തോന്നുന്നത്. കാരണം വിൻ്ററിലെ മഞ്ഞിന് നല്ല വെയിറ്റ് ഉണ്ടാകും. മഞ്ഞിൻ്റെ മുകളിൽ താങ്ങി നിൽക്കുമ്പോൾ ഒരുവിധം ഇവിടുത്തെ തകരലുകളൊക്കെ വിൻ്ററിലാണ് നടക്കുന്നത്. മഞ്ഞിൻ്റെ വെയിറ്റ് കൊണ്ട് നമ്മളെ മാർക്കറ്റിലേക്കുള്ള വഴി ഇതാണ്. യസു ഭായ് നിൽക്കോ. നമുക്കിനി തിരിച്ചു പോവാം. വീഡിയോയിൽ മൊത്തം എൻ്റെ മുഖമാണ്. ഞാൻ സ്ഥലങ്ങൾ മര്യാദയ്ക്ക് കാണിക്കുന്നില്ല എന്നുള്ള പരാതി ഇനി മുതലുള്ള, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ തീർക്കുകയാണ്. സ്ഥലം ഞാൻ നല്ല മാക്സിമം കാണിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും മുഖം ഞാൻ ഇടയ്ക്ക് കാണിക്കേണ്ടി വരും. എൻ്റെ വ്ളോഗല്ലേ, അപ്പോൾ നിങ്ങളിത് ക്ഷമിക്കണം. ഭാവിയിൽ എനിക്ക് മക്കളും പേരക്കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കാണാമല്ലോ. ആഷിക്കുപ്പാപ്പ പണ്ടിങ്ങനെ വ്ളോഗ് ചെയ്ത് നടന്നിരുന്നു. അപ്പോൾ എൻ്റെ മുഖം കാണിച്ചാലോ അവർക്ക് ഇങ്ങനെ അന്ന് എൻ്റെ പഴയ സെൽഫിനെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം കുറച്ച് ഫോട്ടോസ് എടുത്ത ആ ഒരു സ്ഥലമല്ലേ, ആ സ്പോട്ടിൽ പോയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാണ്. അവിടെയാണ് ഏറ്റവും ഭംഗിയുള്ള ഫ്രെയിം ഉള്ളത് ഈ ഒരു ഭാഗത്ത്. ഇതിലെ പാസ് ചെയ്യുന്ന ഷിക്കാരക്കാരൊക്കെ, ഷിക്കാര എന്ന് പറയുമ്പോൾ ഇവിടെ ഈ തോണീൻ്റെ ഇവിടുത്തെ ഭാഷയിൽ ഇവർ വിളിക്കുന്ന പേരാണ് കേട്ടോ ഷിക്കാര. അപ്പോൾ ഈ ഷിക്കാര പാസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നല്ല ഫോട്ടോസ് കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊരു അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പോവാണ്, മാക്സിമം നല്ല ഫോട്ടോസ് കിട്ടാനായിട്ട്. ഇവിടുന്ന് ഞാൻ മുമ്പേ ഞാൻ വർക്ക് ചെയ്തൊരു ഫോൺ ബ്രാൻഡിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഫോട്ടോ. നമ്മൾ നാട്ടിൽ നീർക്കാക്കാന്ന് വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ, വെള്ളത്തിൽ മുങ്ങിപ്പോയി ബോസ് മീനിനെ പിടിച്ച് മേലോട്ട് വരുന്നത് ആ നീർക്കാക്കകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. യെസ്, അങ്ങനെ നമ്മൾ മെയിൻ റോഡ് എത്തി. അവിടെ ആ കാണുന്നതാണ് മെയിൻ റോഡ്. പഴയ വഴി, പുതിയ വഴി. നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. ഇന്നിവിടെ കശ്മീരിലെ ആർട്ടിക്കിൾ 370 ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ വാർഷികമാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും, ആൾക്കാർ അധികം ട്രാവൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ത്രാലിപ്പോക്ക് ചിലപ്പോൾ നമ്മൾ നാളെ ഇരിക്കും ചെയ്യുക. ഏതായാലും അതെല്ലാം കൂടി ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമ്മൾ ത്രാലിലേക്ക് പോവാണ്. दिल पे मैंने लिखा तू बन गया है मेरे जीने की एक वजह तेरी हंसी. മതി ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഒരു വെറൈറ്റി ലുക്കിംഗ് ഷവർമയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ത്രാൽ എത്താനായി.
ഇവിടെ നമ്മളൊരു ഫോളോവർ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇതാണ് നമ്മുടെ പയ്യൻ. कैसे हो रोज? ठीक छो? कैसे हैं आप? हम गुड. अभी हम क्या करूँ? हम निकलेंगे. ठीक है, अभी जगह नहीं है, अभी बनाएगा. अगर ज़्यादा कुछ है तो सामान हम यहाँ पे भी रख सकते हैं. अगर कुछ है, मेरा घर है यहीं पे. ठीक है. हाँ. मैं एक बैग घर में ठीक है. ठीक है. आप पहले फ्रेश हो जाएंगे. कुछ नहीं, मैं फ्रेश है. कुछ और नहाना वहाना कुछ यहाँ पे अगर कुछ नहीं अब सब ठीक है. सब ओके. कुछ चाहिए एनीथिंग? नहीं, बाद में. हाँ, चाय बाद में. चाय पियेंगे बाद में. ठीक है. ശരിക്കും നമ്മൾ ത്രാലെത്തിയില്ല. അവൻ്റെ വീട് ത്രാലാന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ത്രാലിലേക്ക് ഇവിടുന്ന് ഇനി ഒരു 8 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഇവനും കൂട്ടി നമ്മൾ രണ്ടാളും കൂടെ ത്രാലെന്ന് പറഞ്ഞ ആ ഒരു കുറച്ചും കൂടെ ഭംഗി കൂടി, ഇത് ഇവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഭംഗിയുള്ള ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇവന് ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതാണ് ഉറൂജ്, കശ്മീരിയാണ്, നമ്മുടെ ഒരു ഫോളോവറാണ്. അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ആ ബോസിനെ കണ്ടത്. അപ്പോൾ അങ്ങനെ ത്രാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, നല്ല ഭംഗിയുള്ളതാണ്. അങ്ങനെ പുള്ളി എന്നെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. कैसे उरूज भाई? बस You are part of my vlog now. I'm making daily vlogs. हेलो. तो आप क्या करते हो बोलो? मैं स्टूडेंट हूँ और ट्रैवलिंग करता हूँ, छोटी मोटी यहाँ से जाता हूँ, एक थोड़ी बड़ी जगह घूमता हूँ. अब कौन सा क्लास में पढ़ते हैं? कॉलेज? मैंने 12th किया, अभी रिसेंटली बोर्ड्स मेरे खत्म हुए. अच्छा. And now I am preparing for MBA. वाह. First I will do BBA, then I will. Okay, so next is BBA. First, हाँ. Okay. I was also a BBA student. Okay. Seat belt. ഇപ്പോൾ സ്ക്രീനിൻ്റെ നടുവിലായിട്ട് നിങ്ങൾ കാണുന്ന പച്ച സാധനല്ലേ, അതിവിടെ കരടീനെ പിടിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ഈ സ്ഥലത്ത് കരടി ഇറങ്ങലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കരടി ട്രാപ്പാണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ കുറച്ചും കൂടെ ഉള്ളോട്ട് പോയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി, അപ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടിയിട്ടുണ്ട്. ശരിക്കും സമ്മറിൽ മഴയും വെയിലും കൂടി ഉണ്ടെങ്കിലാണ് എനിക്ക് ഏറ്റവും ഭംഗി തോന്നുന്നത് കേട്ടോ. കാരണം മഴ പെയ്തിട്ട് ഇങ്ങനെ എല്ലാ പ്രത്യേകിച്ച് ആ പച്ചയൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ വെയിലും കൂടി അടിക്കുമ്പോൾ ആ കളർ ഇങ്ങോട്ട് വരും. ഔ, മഴ തൽക്കാലം മാറി. നമ്മളിപ്പോൾ പോകുന്നത് ഒരു അടിപൊളി ഒരു വയൽ പ്രദേശത്തൂടെയാണ്. വാ, ഏതാ പച്ച, ബ്യൂട്ടിഫുൾ ഗ്രീൻ ഗ്രാസ് ലാൻഡ്. നല്ല മഴ വരാനുണ്ട്, അതിൻ്റെ ക്ലൗഡാണ് നമ്മൾ കാണുന്നത്, റെയിൻ ക്ലൗഡ്സ്. നല്ല അടിപൊളി മഴയാണ്. ഞാൻ വളരെ റെയറായിട്ട് ഈ വണ്ടീൻ്റെ വൈപ്പർ ഫുൾ സ്പീഡിൽ ഇടേണ്ടി വരലുള്ളൂ. ഇതേതായാലും അങ്ങനത്തെ ഒരു മൊമെൻ്റാണ്. നമ്മൾ വരുന്ന വഴിക്ക് പറഞ്ഞിട്ടൊന്ന് നിർത്തിയതാണ്. നമ്മൾ വണ്ടി അവിടെയാണ് നിർത്തിയത്. ട്രൗട്ട് ഫിഷ് ആൽപൈൻ വാട്ടറിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഫിഷാണ്, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് സാധാരണ ഫ്രഷ് വാട്ടർ മത്സ്യങ്ങൾ അതിൻ്റെ രുചി അങ്ങോട്ട് ഇഷ്ടപ്പെടലില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഏക ഫ്രഷ് വാട്ടർ ഫിഷാണ് ഈ ട്രൗട്ട്. ഓ, ഇതാണ് ട്രൗട്ട് ഫിഷ്. ഔ, അപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചുമ്മാ പിടിച്ചതാണ്. നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചതിലേക്ക് എത്തിച്ചു. അടുത്തായിട്ട് നമ്മൾ ആ മലയുടെ ഏകദേശം ഒരു നടുഭാഗത്ത് കുറച്ച് വീടുകൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ട് അറിയില്ല, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ മലയുടെ പകുതി ദൂരം നമ്മൾ ഇങ്ങനെ പോകണം.
യെസ്, അങ്ങനെ നമ്മൾ റോഡ് ഇവിടെ തീർന്നു. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറിയ ക്ലൗഡ് ബേർഡ്സ്റ്റ് ഉണ്ടായിട്ട് റോഡ് പോയതാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. ഇവിടെ വരെ റോഡിൽ ബാക്കി നമ്മൾ നടക്കണം. अभी रिसेंट क्लाउड बर्स्ट हुआ अभी, ये उसी का पानी है, अभी हुआ है कुछ टाइम पहले सुबह. उरूज भाई, हम किधर तक जाना चाहिए? हम ऊपर जाएंगे, पूरा वो जो वाटरफॉल है ना, हाँ वो भी हम कैप्चर करेंगे. ओके. ഇവിടെ ഒരു എല്ലാ വീട്ടിലും സോളാർ പാനൽ ഉണ്ടാവും കേട്ടോ. കാരണം ഇവിടെ എപ്പോഴൊന്നും അങ്ങനെ കറണ്ട് ഉണ്ടാവില്ല, ഫുൾ ടൈം പവർ കട്ടും ആയിരിക്കും ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ എല്ലാ വീട്ടിലും ബാറ്ററി, സോളാർ ഇത് മസ്റ്റാ. ട്രക്ക് ചെയ്ത് നമ്മൾ ചെറിയൊരു ഇടയന്മാരുടെ വില്ലേജിലെത്തി. ഇവിടെ ഒരു ഫ്രൂട്ടിൻ്റെ ചെടി കാണുന്നുണ്ട്. ये खा सकते हैं ना? यस, वाइल्ड बेरीज. आपको ये क्या बोलते हैं? कुछ माशतुल बोलते हैं इनको. മാഷ്തുൽ, പുളിമധുരം. ഇതിനധികം ഫ്ലഷ് ഇല്ല, ഉള്ളിൽ 3-4 ചെറിയ കുരുക്കളുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ നീരങ്ങോട്ട് കുടിച്ചിട്ട് ബാക്കി തുപ്പണം. നമ്മളെ സ്പിത്തിയിലെ സീബക്തോണില്ലേ, അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. ടെക്സ്ചർ ഉള്ളിലെ കുരുവൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. എനിക്കൊന്ന് അതിൻ്റെ ഒരു വകഭേദമായിരിക്കും ഇത്. ടേസ്റ്റും സിമിലർ, ഇല പിന്നെ മുള്ളൊക്കെ സിമിലർ. നമ്മളെ പഴയ സീബക്തോണിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, സീബക്തോൺ ഇതുപോലെ മുള്ളുകളുണ്ട്, ഏകദേശം ഇതേപോലത്തെ ഇലകളാണ്. ഇങ്ങനത്തെയാണ് അതിൻ്റെ കായകളുണ്ടാകുക, ഓറഞ്ച് കളറാണെന്നുള്ളൂ. അപ്പോൾ സീബക്തോണും ഇതൊക്കെ ചിലപ്പോൾ ഒരേ ചെടിയിൽ നിന്ന് കണ്ട് പരിണമിച്ചുണ്ടായതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. നീര് കുടിച്ചിട്ട് ചണ്ടി അങ്ങോട്ട് തുപ്പുകയാണ്. നാവൊക്കെ നല്ല ബ്ലഡ് റെഡ് കളറായി. നമ്മൾ ട്രക്ക് ചെയ്ത് മുകളിലെത്തിയാണ്. ഇതൊക്കെ ഇവിടുത്തെ ഷെപ്പേർഡ് ഫാമിലിയിലെ ഓരോ പിള്ളേരാണ്. അവരുടെ വീടുകളാണ് ഈ കാണുന്നത്. മഡ് ഹൗസുകൾ, മണ്ണും മരവും വെച്ചുണ്ടാക്കിയതാണ്. നമ്മുടെ കശ്മീർ സീസൺ 2 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഷെപ്പേർഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗുണ്ട്. നമ്മൾ ആ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ ഒരു ഫാമിലീൻ്റെ കൂടെ ആടിനെ മേച്ച് മലേൻ്റെ മുകളിലേക്ക് പോകുന്നു, അവരുടെ ഫുഡ് കഴിക്കുന്നു, അവരുടെ വീട്ടിൽ താമസിക്കുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോ കാണിക്കുന്നത്. ഷെപ്പേർഡ് ലൈഫ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ എൻ്റെ ഡ്രോൺ എടുക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. റൂസിൻ്റെ അടുത്ത് ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ കുട്ടിയൊക്കെ ഒരു ആവേശം. ഇപ്പോൾ ഡ്രോണ് കാണാൻ വേണ്ടി കൂടിയ കുട്ടികളാണ് ഇതൊക്കെ. ഇനി ദൂരത്ത് അവിടെ നിന്നൊക്കെ അത് ഓരോ കുട്ടികൾ എവിടെ പോയി, യെസ്, അവിടെ നിന്നൊക്കെ ഓരോ കുട്ടികൾ ഓടി വരുന്നുണ്ട്. അവിടെ ഓരോ വീട്ടുകാരൊക്കെ ഇറങ്ങി പുറത്തൊക്കെ ഉണ്ട്. എല്ലാവരും ഡ്രോണ് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ എവരിഡേ സാധനങ്ങൾ, അതായത് നമ്മൾ കണ്ട് നമുക്ക് ഒന്നും അല്ലാതായി മാറിയ സാധനങ്ങൾ, അത് മറ്റു പല ആൾക്കാർക്കും ഭയങ്കര ഹാപ്പിനെസ് കൊടുക്കുന്നത് ഒരു അത്ഭുതം തന്നെ അല്ലേ. ഏതായാലും നമ്മൾ ട്രക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സമയം 7 മണിക്ക് 7 മിനിറ്റും കൂടെ ഉണ്ട്. ഇതിൻ്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നടത്തുമ്പോഴത്തേക്കും നല്ല ഇരുട്ടാവും, പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വരെ വന്ന ഈ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിറങ്ങുകയാണ് ഞങ്ങൾ. കഴിഞ്ഞ് സൺസെറ്റ് ഇപ്പോൾ ആവും, ഇനി നമുക്ക് തിരിച്ചിറങ്ങാം. ചെറിയൊരു കവർ കടം വാങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ബെറി ഇല്ലേ, ആ ബെറി പറിക്കാനായിട്ട്.
हेलो, कैसे हो? ठीक हो? क्या है जी? पानी है क्या? ഓക്കെ. എജ്ജാതി ഭംഗിയാലേ സ്ഥലം. ഇതേ വേറൊരു ടൈപ്പ് ഓഫ് ബെറി. പോയി. ഇഷ്ടം പോലെ ലോക്കൽ ഫ്രൂട്ട്സ്, പിന്നെ അടിപൊളി വ്യൂ. വേറെ എന്ത് വേണമെന്ന്. ഇത് നമ്മുടെ മൾബറിൻ്റെയും സ്ട്രോബെറീൻ്റെയും ഒരു ഇടയെ പിടിച്ച, അല്ലെങ്കിൽ മൾബറിയും സ്ട്രോബെറിയും കൂടി ഒരുമിച്ച് കഴിച്ചാലുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ ടേസ്റ്റാണ് ഇതിന്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ കടിച്ച് തിന്നാൻ ഒരു അരി പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. നിങ്ങൾക്ക് സൗണ്ട് കിട്ടുന്നുണ്ടോ അറിയില്ല. സൗണ്ട് കിട്ടുന്നുണ്ടോ അറിയില്ല. ആയാലും നല്ല രസമാണിത്. ഒരു ഇളം പുളി, നല്ല സ്വീറ്റ്. ഞാൻ ഈ പിക്ക് ചെയ്തൊക്കെ നല്ല പഴുത്തതാണ്. അപ്പോൾ പഴുത്ത് നല്ല മധുരമുണ്ട്. ആൻഡ് ബ്ലഡി റെഡ്. നമ്മളിങ്ങോട്ട് കുറച്ച് നടന്നിറങ്ങിട്ടോ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി നമുക്ക് ഒരിച്ചിരി ബെറി നമ്മൾ പറിച്ച് വണ്ടി വെച്ച സ്ഥലത്തെത്തി. ഏതാ ലുക്ക്. ചലോ. യെസ്, നമ്മളിന്നിനി ഉറൂജിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. അങ്ങോട്ട് പോവാം. ഇത് ഉറൂജിൻ്റെ ഒരു ബ്രദറാണ്. നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടെ ഒരു ചായ കുടിക്കും, ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഇന്നത്തെ ദിവസം കഴിഞ്ഞ്. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഒരു എക്സൈറ്റിംഗ് സംഭവം വരാണ്ട്. ഞാനും ഉറൂജും കൂടെ ബാക്ക് പാക്ക് ചെയ്തിട്ട് ഇവിടെ അടുത്തല്ല, ഇവിടുന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ആൽപൈൻ ലേക്ക് ഉണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ട്രക്ക് ചെയ്ത് അവിടെ ക്യാമ്പ് ചെയ്യുക, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ നോ ടോക്ക് വീഡിയോ ഉള്ള സാധനമല്ല, അതല്ലാതെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. അതായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ മിക്കവാറും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ആഷിഖ് അസീം സൈനിങ് ഔട്ട്.